ഇത് അഗത്തി ശൈഖ് പള്ളിയാണ്. ശൈഖ് പള്ളിയിൽ നടക്കുന്ന കമ്പയും കല്ലും കരക്കിട്ട റത്തീബാണിത്. ഇതുപോലെ അഗത്തി ബീരാൻ പള്ളിയിലും കർക്കിടക മാസത്തിൻ്റെ അവസാനത്തിൽ ഇതുപോലുള്ള റാത്തീബ് നടന്നു വരുന്നുണ്ട്. മാറാവ്യാധികൾ, വബാദീനങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ എല്ലാം നാട്ടിൽ പിടിപെടുമ്പോൾ പണ്ട് കാലങ്ങളിൽ ദ്വീപുകളിൽ റാത്തീബുകളും മൗലിദുകളും നടന്നു വന്നിരുന്നു. അത്തരത്തിലൊരു പരിപാടിയാണ് അഗത്തി ശൈഖ് പള്ളിയിലും ബീരാമ്പള്ളിയിലും നടന്നു വരുന്നത്. ഇതിന് ദിക്റും മൗലിദും എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ കമ്പയും കല്ലും കരക്കിട്ട മൗലിദ്. പണ്ട് കാലത്ത് നാട്ടിൽപ്പെടുന്ന ഒരു കിലശം അഥവാ മാറാവ്യാധി ഇല്ലാതാക്കാൻ നാട്ടുകാർ 2 പള്ളികളിലായി കർക്കിടക രാത്രി നടത്തുന്ന ദിക്റും മൗലിദും ഇത് രാത്രി ഏറെ വൈകിയാണ് അവസാനിക്കുന്നത്. അന്ന് കാലങ്ങളിൽ പുറത്തു നിന്നുള്ള മീനുകൾ ഉപയോഗിക്കാറില്ല. പുറത്തു നിന്ന് എന്ന് പറയുമ്പോൾ പുറം കടലിൽ നിന്നുള്ള മീനുകൾ പണ്ട് കാലത്ത് വർഷകാലത്ത് ഉപയോഗിച്ചിരുന്നില്ല. കർക്കിടകത്തിൻ്റെ അവസാനം കമ്പയും കല്ലും മൗലിദ് കഴിഞ്ഞ് കൂട്ടത്തപ്പ എന്ന് പറയുന്ന ഒരു നേർച്ച ദുആ കർക്കിടകത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം ഒന്നിച്ചിരുന്ന് ദുആ ചെയ്ത് ചീരണിയും കഴിച്ച് അതിനുശേഷമാണ് പുറംകടലിലുള്ള മത്സ്യം കഴിക്കാറുള്ളത്. അങ്ങനെ ഇപ്പോഴും പുറംകടലിലെ മത്സ്യം ഭക്ഷിക്കാത്ത എത്രയോ ആളുകൾ എൻ്റെ ദ്വീപായ അഗത്തിയിൽ ഉണ്ട്. കൂട്ടത്തപ്പ കഴിഞ്ഞ് ആദ്യം ആളുകൾ പോകുന്നത് തൊട്ടടുത്ത ദ്വീപായ ബംഗാരം ദ്വീപിലേക്കാണ്. പണ്ട് കാലത്ത് ആമീൻ കച്ചേരിയിൽ നിന്ന് ചീട്ട് വാങ്ങി മത്സരിച്ചുള്ള ഓട്ടമായിരിക്കും ബംഗാരം ദ്വീപിലേക്ക്. അതിപ്പോൾ നിലവിലില്ലതാനും. കമ്പയും കല്ലും കരക്കിട്ട മൗലിദും ദിക്റും ഇപ്പോഴും അഗത്തി ശൈഖ് പള്ളിയിലും ബീരാമ്പള്ളിയിലും നടന്നു വരുന്നു. ശൈഖ് പള്ളിയിൽ ഗുജറാ പള്ളിയിലെ റിഫായി റാത്തീബും ബീരാൻ പള്ളിയിൽ ഷെയ്ഖിൻ്റെ പള്ളിയിലെ മൊഹീദ്ദീൻ റാത്തീബുമാണ് നടന്നു വരുന്നത്. ഈ 2 പള്ളികളിലായി ഇപ്പോഴും കമ്പയും കല്ലും കരക്കിട്ട മൗലിദി എന്ന പേരിൽ റാത്തീബുകൾ വളരെ ആദരപൂർവം ബഹുമാന പുരസ്സരം ആളുകൾ നടത്തി വരുന്നുണ്ട്.